വയസ്സായില്ലേ സാറേ, ഞാനിതൊക്കെ നിർത്തി. സ്റ്റീഫൻ, ഈ കലണ്ടർ നോക്കിയിട്ട് കഴിഞ്ഞൊരു മാസം ഓരോ ദിവസം നിങ്ങൾ എവിടേക്കായിരുന്നു എന്ന് കൃത്യമായിട്ട് പറയണം. എനിക്ക് തെങ്കാശിയിൽ വെൽഡിംഗ് വർക്കുണ്ട് സാറേ. ഒരു മാസം മുഴുവനോ? ശരി. ഈ ഞായറാഴ്ച നിങ്ങൾ എവിടെയായിരുന്നു? ഞാൻ കൊല്ലത്തായിരുന്നു സാറേ. കൂടെ ആരെങ്കിലും ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു, അളിയൻ. എൻ്റെ ഭാര്യയുടെ ഒരു ബന്ധുവിൻ്റെ കല്യാണത്തിന് കുറച്ച് സാധനം വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. എന്താ സാറേ? ഈ ഞായറാഴ്ചയോ? തെങ്കാശിയിലായിരുന്നു. തെങ്കാശിയിൽ. ഉറപ്പാണോ? ആ. ഈ ഞായറാഴ്ച ഞങ്ങൾ റെഡിയായിരിക്കും. അതായത് കവലയിൽ എത്തിയിട്ടുള്ള 4-ാമത്തെ ആഴ്ച. ഏറ്റുമാനൂർ ബസ് സ്റ്റാൻഡിൽ വരുന്ന അപ്പാപ്പയെ ബേസിൽ ഓട്ടോയുടെ പുറകെ കിടത്തിയിട്ട് വേണം വരെ കൊണ്ടുവരാൻ. എന്താ ഞാൻ ബസ് സ്റ്റാൻഡിൽ പത്രം എടുക്കുന്നതിനടുത്തായിട്ട് ഓട്ടോ നിർത്തിയിട്ടാക്കാം. ഇവനെ അവിടെ കണ്ടില്ലെങ്കിലോ എനിക്ക് എന്തെങ്കിലും ഡൗട്ട്സ് തോന്നിയല്ലോ, ഞാൻ അവിടെ നിന്ന് മുങ്ങും. ഇനി എന്തെങ്കിലും കാരണവശാൽ അന്ന് നടന്നില്ലെങ്കിൽ ഞങ്ങളൊരു പോസ്റ്റ് കാർഡ് അയക്കും. അതായിരിക്കും അടുത്ത ഡേറ്റ്. സൂക്ഷിച്ചു നോക്കിയ ഇതാണോ തെങ്കാശി? അത് സാറേ, ഞാനും അളിയനും കൂടി തെങ്കാശിയിൽ ഒരു ഹോട്ടലിൽ കയറിയിട്ട് ഭക്ഷണം കഴിക്കാൻ കഴിയും. ഹലോ, ഇത് വെമ്പള്ളി പോലീസ് സ്റ്റേഷനിലാണ് വിളിക്കുന്നത്. ആ സർ. നിങ്ങൾ രണ്ടുപേരും അരമണിക്കൂറിനുള്ളിൽ സ്റ്റേഷനിലെത്തണം. ശരി സർ. അരമണിക്കൂറിൽ സ്റ്റേഷനിലെത്തണം. കള്ളനെ കിട്ടുന്ന കേട്ടത്. തിരിച്ചറിയൽ പരേന് വേണ്ടിയാ നമ്മളെ വിളിപ്പിച്ചേ. സതീശൻ മുണ്ടോക്കുന്ന സാർ നമസ്കാരം. സതീശൻ മെമ്പറേ, ഈ നിൽക്കുന്ന ആരെങ്കിലും നമ്മുടെ കവലയിലോ മറ്റെവിടെയെങ്കിലും വെച്ച് കണ്ടതായിട്ട് ഓർക്കുന്നുണ്ടോ നോക്കി? സൂക്ഷിച്ച് നോക്കൂ. ഇല്ല സാർ, കണ്ടിട്ടില്ല. ഉറപ്പാണോ? ഇല്ല സാർ. അടുത്ത ആളെ വിളി. ഓ, ഇല്ല സാറേ. ബേസിൽ ബേസിലേ, ഈ നിൽക്കുന്ന ആരെങ്കിലൊക്കെ നിനക്ക് അറിയാമെന്ന് നോക്കി. ഇല്ല സാറേ, കണ്ടിട്ടില്ല. ഒരാളെ പോലും കണ്ടിട്ടില്ല. ഒരാളെ പോലും കണ്ടിട്ടില്ല. ശില്പ, ഇല്ല സർ, ഞാൻ കണ്ടിട്ടില്ല. അടുത്ത ആളെ വിളി. ആനേ, ആനി, ഈ നിൽക്കുന്ന ആരെങ്കിലും കടയുടെ പരിസരത്തോ മറ്റെവിടെയെങ്കിലും വെച്ച് കണ്ടതായിട്ട് ഓർക്കുന്നുണ്ടോ? ഇല്ല സർ. ഉറപ്പാണോ? എന്താണ്?
കടവർക്കരുത് കേട്ടോ. വെളച്ചിൽ വേണ്ട. വേണ്ട വേണ്ട. സാറേ എഴുതേക്കടാ. സാറേ വിളിക്കാൻ തോന്നി. നേരത്തെ കിടന്നുള്ള എഴുന്നേറ്റേ. ചുമ്മാരി സാർ ഒന്നും സാർ മതി മതി. സാർ അവൻ്റെ ആടോ സാറേ ഇത്. ആംബുലൻസ് വിളിക്കണോ? ശരി സാർ. ചുമ്മാരെല്ലാം പുറത്തിറങ്ങി. ആംബുലൻസ് വിളിക്കാനുള്ള ഏർപ്പാട് ചെയ്യ്. വിളിക്കുന്നു സാർ. ഒന്ന് പുറത്തോട്ട് ഇറങ്ങിക്കേ. പ്രശ്നമായോ സാറേ? ഹലോ, സ്റ്റേഷനിലേക്ക് ഒരു ആംബുലൻസ് വിടാം. കറിയച്ചോ വന്നേ. സൈഡ് പൊക്കോട്. സാർ, സ്റ്റീഫന്റെ ബോഡി വിട്ടുകൊടുക്കാനുള്ള അറേഞ്ച്മെന്റ്സ് ചെയ്തിട്ടുണ്ട്. വിക്ടർ, യെസ് സാർ. നമുക്കിതൊരു ഡെഡ് എൻഡ് ആവരുത്. ഹലോ, നമസ്കാരം സാർ. എന്തായി? സാർ നാച്ചുറൽ ഡെത്താണ്. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞു. ഒരു പ്രസ് റിലീസ് കൊടുത്തേക്കും. സാർ സസ്പെക്ട് എന്ന് മാത്രം മതി. ഓക്കെ സാർ. ശരി. സ്റ്റീഫൻ്റെ കോൾ റെക്കോർഡ്സ്, പാസ്റ്റ് ആൻഡ് റീസെൻറ്റ് അവർ ലൊക്കേഷൻ എല്ലാം ട്രാക്ക് ചെയ്യണം. യെസ് സാർ. ആൾ മരിച്ചുവെങ്കിലും അയാൾ മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ള ഒരു ലീഡ്. സാർ. പിന്നെ പ്രസ് റിലീസിൻ്റെ ഒപ്പം ആടെ ഫോട്ടോ കൂടി കൊടുത്തേക്ക്. ഓക്കെ സാർ. ഞാനതൊക്കെ നിർത്തി പറയാം. തെന്മല പള്ളിയിൽ എനിക്കൊരു കല്ലറോടെ ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്, എൻ്റെ ഭാര്യ അറിയാതെ. അപ്പാപ്പ, ഞങ്ങൾ എന്തൊക്കെ അനുഭവിച്ചിട്ടുണ്ടെന്നും എന്തൊക്കെ പ്രശ്നങ്ങൾ കൂടെ കടന്നു പോയിട്ടുള്ളതെന്നും അപ്പാപ്പയ്ക്ക് നന്നായിട്ട് അറിയാലോ. അതുകൊണ്ട് അപ്പാപ്പയെ നിർബന്ധിക്കുന്നത്. പ്ലാൻ സേഫാ. അപ്പയുടെ പ്ലാന് അന്ന് നിങ്ങൾ ചെയ്യായിരുന്നത്. ഞാൻ കുറച്ച് മോഡിഫിക്കേഷൻസ് വരുത്തിയതേ ഉള്ളൂ. എടി, പ്ലാനൊക്കെ സേഫാ, പക്ഷെ ബാങ്കാ, റിസ്കാ. ബാങ്ക് ലോക്കർ അല്ലേ? റിസ്ക് ആണെങ്കിൽ എന്താ, കണക്കില്ലല്ലോ. എടി, നമ്മൾ കുത്തിപ്പൊളിക്കുന്ന നേരത്തെ അതിനകത്ത് സാധനം കാണാൻ നിർബന്ധമൊന്നുമില്ല. ആർക്കറിയാം? അപ്പാപ്പ കൂടെ നിന്നില്ലെങ്കിൽ ഞങ്ങൾ ഈ പ്ലാനും കൊണ്ട് വേറെ ആരുടെ അടുത്തെങ്കിലും പോകും. ഞങ്ങളിത് എന്തായാലും ചെയ്യും. എനിക്ക് ആനി ഉണ്ടായിരുന്നു. അവൾ എന്ത് തീരുമാനിച്ചാലും ഞാൻ കൂടെ ഉണ്ടാവും. അപ്പാപ്പ, നമുക്ക് എല്ലാവർക്കും വേണ്ടി ഒരൊറ്റ വട്ടം പ്ലീസ്. ആനി, ആനി നീ ഒന്ന് സമാധാനിക്ക്. ആനി, കരച്ചിലൊന്ന് ഈ വയസ്സകാലത്ത് വീട്ടിലിരുന്ന അമ്മാമ്മേ, ഞാൻ എന്റെ ഒരു ആനി, നിന്നെ ഞാൻ നീ ഇങ്ങനെ തുടങ്ങിയാൽ എങ്ങനെ ആനി? മതി കരഞ്ഞത്, മതി. നിർത്തിക്കേ, നിർത്ത്. ഇവിടെ വന്നിരുന്നേ, വന്നിരിക്കേ. ഇങ്ങോട്ട് നോക്കിക്കേ. എന്തിനു വേണ്ടി അപ്പാപ്പ ഇതൊക്കെ ചെയ്തത്? നിനക്ക് വേണ്ടി എന്തിനാ അപ്പാപ്പ ഇതൊക്കെ ചെയ്തത്? അതാലോചിച്ച് നോക്കിയോ നീ? മതി കരഞ്ഞത്.